മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംഗമത്തിൽ സർക്കാരിന്റെ പങ്ക് എന്താണ്, ആരൊക്കെയാണ് ക്ഷണിച്ചത്, പണം എങ്ങനെയാണ് ചെലവാക്കുമെന്നും കോടതി ചോദിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹൈന്ദവീയം ഫൗണ്ടേഷൻ അടക്കമുള്ളവരാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ആ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ റോൾ എന്താണ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ ഒരു പങ്ക് എന്താണെന്നാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല, ആരെയൊക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന പണം, ഈ ആഗോള സംഗമത്തിന് വേണ്ടി കിട്ടുന്ന പണം എങ്ങനെയാണ് സർക്കാർ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണത് സ്വീകരിക്കുന്നത്, കോർപ്പറേറ്റ് സംഭാവന എങ്ങനെ ചെലവഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. ഏതായാലും സർക്കാർ അതിന് നൽകിയിരിക്കുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത്, സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പണം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല, ദേവസ്വം ബോർഡിൻ്റെ പണവും ഇതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല, സ്പോൺസർഷിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത്. സാധാരണക്കാർക്കടക്കമുള്ളവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുമെന്നും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും അവിടെ വാദം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ പങ്ക്, റോൾ എന്താണെന്നുള്ളതാണ് പ്രധാനമായും ഉള്ള ഒരു ചോദ്യം. മറ്റൊന്നുള്ളത്, ഈ കിട്ടുന്ന പണം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കിട്ടുന്ന പണം എങ്ങനെയാണ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യവുമാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. ആന്റണി, ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംഗമത്തിൽ സർക്കാരിന്റെ പങ്ക് എന്താണ്, ആരൊക്കെയാണ് ക്ഷണിച്ചത്, പണം എങ്ങനെ ചെലവാക്കുമെന്നും കോടതി ചോദിച്ചു. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.